ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, നമുക്ക് ഈ ജീവിതകാലം മുഴുവൻ വളരെ കൂളായിട്ട് സന്തോഷിച്ച് ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു ദൈവവചനം പറഞ്ഞു തരട്ടെ. അത് മറ്റൊന്നുമല്ല, റോമാക്കാർക്ക് എഴുതിയ പൗലോസ്ലീഹായുടെ 8-ാം അധ്യായം 28-ാമത്തെ തിരുവചനം ആണ്. അതിങ്ങനെയാണ്: ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. ഈ ഒരു ദൈവവചനത്തിലുണ്ടല്ലോ വളരെ സൂത്തിങ് ആൻഡ് കൂളിംഗ് ആയിട്ടുള്ള ഒരു അഷ്വറൻസ് ആണ്. നമ്മൾ ഈശോയെ സ്നേഹിക്കാൻ വേണ്ടി ഇറങ്ങി അവർത്തിക്ക് വേണ്ടി എല്ലാം ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ചിലപ്പം ഇടയ്ക്കൊക്കെ നമ്മുടെ തീക്ഷ്ണത ഇച്ചിരി കുറഞ്ഞു പോകും, ഇച്ചിരിയൊക്കെ നമ്മൾ ഇച്ചിരി മണ്ടത്തരമൊക്കെ കാണിക്കും. പക്ഷെ പേടിക്കണ്ട, കാരണം ഇവൻ തിന്മയിൽ നിന്ന് പോലും നന്മ ഉളവാക്കാൻ കഴിവുള്ള ഒരു സർവശക്തനാണ് നമ്മുടെ അപ്പൻ. അപ്പം സന്തോഷത്തോടെ അവിടുത്തെ ഈ സ്തുതി പാടിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. കാരണം അവിടുന്ന് നമ്മുടെ ജീവിതത്തിലെ പാസ്റ്റും പ്രസൻറ്റും ഫ്യൂച്ചറും എല്ലാം അറിയുന്നു. ഇതേവരെ ആയിരുന്നതെല്ലാം നന്മയ്ക്കാണ്. നമ്മൾ റിവ്യൂ ചെയ്യുമ്പം, നമ്മൾ ധ്യാനിക്കുകയൊക്കെ ചെയ്യുമ്പം പരിശുദ്ധ കന്യാമറിയത്തെ പോലെ നമ്മുടെ തന്നെ സ്തോത്രഗീതം എഴുതും, ഈ ദൈവം നമ്മളോട് ചെയ്ത എല്ലാ കാരുണ്യ പ്രവൃത്തികളും. അപ്പം അത് വെച്ച് നോക്കുമ്പോൾ നമുക്കറിയാം ഇന്നോളം സംഭവിച്ചതെല്ലാം നന്മയ്ക്ക്, ഇനി വരാനുള്ളതും അങ്ങനെ തന്നെ. അപ്പം നമ്മുടെ വലിയ ഇമ്പോർട്ടൻറ്റ് ഡേയ്സൊക്കെ വരുമ്പം ഈ എക്സസൈസ് ഒത്തിരി നല്ലതാണ്. നമ്മുടെ ബർത്ത്ഡേ ഒക്കെ വരുമ്പം, ഇപ്പോൾ എനിക്കാണെങ്കിൽ 45 ഇയേഴ്സ്, അപ്പോൾ ഒരു അന്നത്തെ ദിവസം ഒരു 45 ടൈംസ് ഈ ദൈവവചനം പറഞ്ഞ് അങ്ങ് പ്രാർത്ഥിച്ചാലുണ്ടല്ലോ ഭയങ്കര കോൺഫിഡൻസ്, പിന്നെ അങ്ങോട്ട് ഈശോയ്ക്ക് വേണ്ടി മൊത്തം ബലി കൊടുത്ത് ജീവിക്കാനുള്ള ഒരു തീക്ഷ്ണത കിട്ടും. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്യണേ. ദിസ് ഈസ് മൈ ഫേവറേറ്റ് വേർഡ് ഓഫ് ഗോഡ്. യു ജസ്റ്റ് ട്രൈ. സ്പെഷ്യലി ഓൺ യുവർ ബർത്ത്ഡേയ്സ് റിമെമ്പർ ടു റിസൈറ്റ്. നിങ്ങളുടെ തന്നെ ഏജ് അനുസരിച്ച്, ഇപ്പോൾ 13 വയസ്സാണെങ്കിൽ അങ്ങനെ, 18 ആണെങ്കിൽ അങ്ങനെ, 17 ആണെങ്കിൽ അങ്ങനെ, 36 ആണെങ്കിൽ അങ്ങനെ, അത്ര ആ പ്രായത്തിനടുത്ത് ആ കൗണ്ട് തന്നെ എടുത്ത് ഈ ദൈവവചനം പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സൂത്തിങ് എക്സ്പീരിയൻസ്, ദാറ്റ് ഈസ് സംതിങ് വെരി ഡിഫറെൻറ്റ്. അപ്പം ഇതൊന്ന് ട്രൈ ചെയ്യണം. ഇപ്പം നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. നല്ല ഈശോയെ, നീ ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും കാരുണ്യപൂർവ്വം ചൊരിയുന്ന ഈ നന്മയെയും രക്ഷയെയും ആവോളം ആസ്വദിക്കുവാനും സമാധാനപൂർണ്ണമായ ഒരു ജീവിതം ഈ ലോകത്തിൽ ജീവിച്ചുകൊണ്ട് ഈ സമാധാനത്തിലേക്ക് അനേകരെ കൊണ്ടുവരുവാൻ ഞങ്ങളെ ഒരു ദിവ്യ ഉപകരണമാക്കി മാറ്റണമേ. നന്ദി ഈശോയെ. താങ്ക് യു ജീസസ്. പ്രൈസ് യു ജീസസ്.